Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Nisha ma'am. Good morning. Morning. Tuesday വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് Good morning once again. Tuesday വരുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇതെനിക്ക് തോന്നുന്നു. അയ്യോ അതുകൊണ്ട് പറഞ്ഞല്ല, ഞങ്ങൾ ഹോംവർക്ക് ചെയ്തില്ല. അത് കുഴപ്പമില്ല. ഞാൻ ഹോംവർക്ക് നിങ്ങൾക്ക് ട്യൂസ്ഡേ ഡേറ്റ് പറഞ്ഞതുകൊണ്ട് ട്യൂസ്ഡേ തന്നെ ചോദിക്കുള്ളൂ. പെട്ടെന്ന് ടീച്ചർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, വയ്യാത്തത് കൊണ്ട്. അപ്പൊ വേറെ ആരും അഡ്ജസ്റ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കയറേണ്ടി വന്നു. താങ്ക് യു. ഹോംവർക്ക് നിങ്ങൾ ചൊവ്വാഴ്ചത്തേക്ക് റെഡിയാക്കിയാൽ മതി. ഞാനത് പറഞ്ഞു. ഒരു ഹോംവർക്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്നിട്ട് ചൊവ്വാഴ്ച കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എന്നിട്ടൊന്നും ഞാൻ ഇറങ്ങി വരില്ലല്ലോ എന്നുള്ളത് ഞാൻ അവരുടെ പറഞ്ഞിട്ടാ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ശരിയാക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ് മാം. അപ്പൊ നമ്മള് ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ, കുറച്ച് നമ്മുടെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പോയിന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. എത്രാമത്തെ പോയിന്റ് വരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ? 8. എട്ടാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞത്. എല്ലാരും വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചിട്ടൊക്കെ ക്ലിയർ ആയില്ലോ അല്ലെ? ഒന്നുകൂടി നിങ്ങൾ ഇവിടെ കേട്ടു. നമ്മൾ നല്ല രീതിയിൽ, കൃത്യമായ രീതിയിൽ അവിടെ പോയിന്റുകളൊക്കെ എന്താ പറയാ, വലിയ എന്താ പറയാ ഡൗട്ട്സ് വരുന്ന രീതിയിലൊന്നും അല്ല, കൃത്യമായ രീതിയിലുള്ള സെന്റൻസുകളൊക്കെ തന്നെയാണ് എഴുതി വെച്ചേക്കണം. അപ്പൊ നമ്മൾ ഇത് തന്നെയാണ് വായിച്ചത്. കാരണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ റെഫർ ചെയ്ത് വായിച്ച് തന്നെ തരാൻ വേണ്ടിയിട്ടാണ് അവർ വായിച്ച് ഇതിന്റെ മീനിങ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചപ്പോ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്തത് തുടങ്ങി നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. സോ ബൈ റെഫറിങ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് റെഫർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിന്റെ അകത്ത് സൈൻ ചെയ്ത് നമ്മൾ അതിനുള്ള റിപ്ലൈ ഇമെയിലായിട്ടോ അങ്ങനെയൊക്കെ സെൻഡ് ചെയ്യേണ്ടത് അല്ലെ. നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഞാൻ എന്താ പറയാ, ഞാൻ വിധേയനായിരിക്കും അല്ലെങ്കിൽ വിധേയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കുകയാണ് ബൈ സൈനിങ് ദാറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത്തരം ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് നമ്മളത് എന്താ പറയാ സൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എഗ്രി ചെയ്യുന്നു എന്നുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് ആണ് അവിടെ സൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് വീണ്ടും പറയാണ്, ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് യുവർ എംപ്ലോയ്മെന്റ് വിത്ത് us, you shall devote your full-time attention to the organization and shall not either work full-time or part-time for any other organization or engage directly or indirectly in any other profession, occupation
occupation outside the organization without the written consent of the management. ഇതിന്റെ സെന്റൻസ് ആണ്, പക്ഷെ സിമ്പിൾ കാര്യങ്ങൾ എഴുതിയേക്കണം അല്ലെ. അതായത് നിങ്ങളുടെ എംപ്ലോയ്മെന്റിന്റെ ആ ടെന്യൂർ, ദാറ്റ് മീൻസ് ദ കാലാവധി, ആ കാലാവധി നമ്മളുടെ ഈ ഓർഗനൈസേഷനിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലയളവില് യു ഷാൽ ഡിവോട്ട് യുവർ ഫുൾ ടൈം അറ്റൻഷൻ, നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ എവിടെയായിരിക്കണം? ഈ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെയുള്ള ജോലിയിൽ തന്നെയായിരിക്കണം. മാത്രമല്ല യു ഷാൽ നോട്ട് ഐദർ വർക്ക് പാർട്ട് ടൈം ഓർ ഫുൾ ടൈം, മറ്റൊരു ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നേരിട്ടോ അല്ലാതെയോ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടോ മറ്റൊരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനോ ഓക്യുപ്പൈ ചെയ്യാനോ ഒന്നും പാടില്ല. വിത്തൗട്ട് ദ റിട്ടേൺ കൺസെന്റ് ഓഫ് ദ മാനേജ്മെന്റ്, നമ്മുടെ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ സമ്മതം, റിട്ടേൺ കൺസെന്റ് ഇല്ലാതെ. അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, അതിന് മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാത്ത പക്ഷം നിങ്ങൾ യാതൊരു രീതിയിലും മറ്റൊരു ഓർഗനൈസേഷന്റെ ജോലിയുടെ ഭാഗമാകാനോ അത് നേരിട്ടോ അല്ലാതെയോ ഇൻഡയറക്ട്ലി ഒക്കെ ആണെങ്കിൽ പോലും പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കണ്ടീഷൻ. അതായത് എംപ്ലോയ്മെന്റ് വെച്ച് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടും അല്ലെ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടത്തേത് മാത്രമാണ്, അങ്ങനെയുള്ള പല ജോലികളും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ടീച്ചേഴ്സ് തന്നെ എന്താ പറയാ, ഏതെങ്കിലും ടീച്ചേഴ്സ് ആയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂഷൻ സെന്റേഴ്സിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അപ്പൊ ഈ സെന്റേഴ്സ് തമ്മിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ കോമ്പറ്റീഷൻസിന്റെ ഒരു ഇത് ആയതുകൊണ്ടും കൂടി ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആള് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, പാർട്ട് ടൈം ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം, കാരണം നമ്മുടെ ഇൻകം ആണ് നമുക്ക് ഏറ്റവും വലുത്. പക്ഷെ ചില ഓർഗനൈസേഷൻ അത് എന്ത് ചെയ്യും, അവര് ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യും, that you cannot work in any other ഇതുപോലെയുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സെന്റേഴ്സിൽ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്ന അവരുടെ ഒരു കോൺട്രാക്റ്റിലായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, അവരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അത് അങ്ങനെയാണെങ്കിൽ ഫോളോ ചെയ്യേണ്ടി വരും. അതല്ലായെങ്കിലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും ജോലി ചെയ്തോ, നിങ്ങൾക്ക് ശമ്പളം കിട്ടേണ്ടത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു, അതിന് നമുക്ക് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണെങ്കിൽ അവരങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ രീതിയിൽ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? വൈകി വരുന്നവര് പേടിക്കണ്ട കേട്ടോ, ഇന്നും ഞാൻ തന്നെയാണ് ടീച്ചർ, ഇനി അടുത്ത ചൊവ്വാഴ്ച വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ എന്താ വന്നേക്കണേന്ന് വിചാരിക്കണ്ട. പെട്ടെന്ന് ഒരു ടീച്ചർക്ക് വയ്യായ്മ ആയതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ തന്നെ വരാനേ ഉണ്ടായുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാനാണ് അവിടെ ഫ്രീ ആയിട്ടിരുന്നത്, അപ്പൊ എനിക്കൊരു പണി തന്നു, അതുകൊണ്ടാണ്. ഇഫ് ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് ഡീംഡ് നെസസറി യു വിൽ ബി ലയബിൾ ടു ബി transferred to any other department or branch offices or sister concern of the organization anywhere in India. ഇനിയും മറ്റു കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് എല്ലാം നമുക്ക് പറ്റോ ഇല്ലേ എന്ന് അറിഞ്ഞിട്ട് മാത്രം ഒപ്പുവെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൺസെന്റ് അവരെ അറിയിക്കുക. അല്ലാതെ ഈ കുറെയൊക്കെ എനിക്ക് പറ്റും, കുറെ ഒന്നും എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം നമ്മളത് നോട്ട് ചെയ്യണം, അവരെ നോട്ടിഫൈ ചെയ്യണം. ഓക്കെ, അവർക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻസ് അതനുസരിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിൽ നമ്മളത് നമുക്ക് പറയാം. അതിനുള്ള കാര്യങ്ങൾ തൊട്ട് താഴെ വീണ്ടും പറയുന്നത് കേട്ടോ, അപ്പൊ പറയാം. അപ്പൊ ഇനി ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷൻ പറയുകയാണ്, ആവശ്യമെങ്കിൽ നിങ്ങളെ ചിലപ്പോ എന്ത് ചെയ്യും, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി ഇന്ന ഡിപ്പാർട്ട്മെന്റിലാണ്, ചിലപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച്, സൗകര്യം അനുസരിച്ച്, അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ജോലിക്കാരന്റെ ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി കണ്ടിട്ട് അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുകൂടി കുറച്ച് നല്ല ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് വേണമെങ്കിൽ, അങ്ങനെ പല റീസൺസ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചസിലേക്കോ, ഇന്ത്യയിൽ എവിടെയുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിലേക്കോ നിങ്ങൾ ചിലപ്പോ എന്ത് ചെയ്യാം, മാറ്റാം. അല്ലെങ്കിൽ സിസ്റ്റർ കൺസേൺ നമ്മൾ പറയില്ലേ, സഹോദര സ്ഥാപനം എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അതാണ്, അതായത് നമ്മളുടെ ഈ ഓർഗനൈസേഷന്റെ തന്നെ സഹോദര സ്ഥാപനമായ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കോ നിങ്ങളെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ആവശ്യമെങ്കിൽ. അപ്പൊ അതിന് നമ്മൾ സമ്മതമാണോ, ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് അറിയിക്കുക. നെക്സ്റ്റ് 11ാമത്തെ റൂളാണ്, യു വിൽ ബി have to abide to the existing rules and regulations of the organization and the future amendments. നിലവിലുള്ള ഓർഗനൈസേഷന്റെ പല നിയമങ്ങൾക്കും അല്ലെങ്കിൽ വ്യവസ്ഥകൾക്കും നമ്മൾ എന്താണ് അത് പാലിച്ചു കൊള്ളാം എന്ന് നിങ്ങൾ ഉറപ്പ് തരണം. മാത്രമല്ല ഫ്യൂച്ചർ അമെൻഡ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ,
ഭാവിയിൽ നമ്മൾ ഈ പറയുന്ന നിയമങ്ങൾ എന്തെങ്കിലും ഭേദഗതികളൊക്കെ കൊണ്ടുവരും, അതും നിങ്ങൾക്ക് അനുസരിക്കാം എന്നുള്ളത് ഉറപ്പ് തരണം. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ നിലവിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും അത് പാലിച്ചു കൊള്ളാമെന്നും ഇനിയും വരുന്ന നമുക്കറിയാം ഓരോ ചില ഓർഗനൈസേഷൻസിലൊക്കെ അവിടെ ഉണ്ടാകുന്ന നിയമങ്ങൾക്കൊക്കെ ഭേദഗതികൾ വരുത്തും അല്ലെ. ഈ ഭേദഗതികൾ കൊണ്ടുവരുന്ന ചില ഓർഗനൈസേഷൻസിലെ ഭേദഗതികൾ വരുത്തുന്നതിന്റെ പല കാരണങ്ങളും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പേരിൽ തന്നെ ആയിരിക്കും മിക്കവാറും. എന്ന് വെച്ചാൽ ചില ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്തേണ്ട സമയം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് പഞ്ചിങ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ് നമ്മൾ വരുന്ന സമയം പോകുന്ന സമയം ഒക്കെ കറക്റ്റ് ആയിട്ട് വേണം. അപ്പൊ ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 9:30ക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ 9:30 കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മതിയാവോ? നമുക്ക് ഒത്തിരി കാരണങ്ങൾ ഉണ്ടാവും വൈകി വരുന്നതിന് പറയാനായിട്ട്. അയ്യോ അത് പോയി കിട്ടിയില്ല, ബസ് കിട്ടിയില്ല, ഇറങ്ങിയപ്പോഴേക്കും മറ്റൊരു കാര്യം, കൊച്ചിന് വയ്യാണ്, ഇങ്ങനെ ഒത്തിരി റീസൺസ് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതുപോലെ എല്ലാ എംപ്ലോയീസും ഒരു ദിവസം ഒരാൾ പറയുകയാണെങ്കിൽ അടുത്ത ദിവസം 2 അത്തരം റീസൺസുമായിട്ട് വരണേ, അടുത്ത ദിവസം 3 പേരായിരിക്കും. അപ്പൊ ഇത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ വർക്കുകളൊക്കെ ഇഫക്റ്റീവായി നടക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു ഇത്തിരി നേരത്തെ പോണല്ലോ അല്ലെ. അപ്പൊ ഓഫീസിലെ മാനേജ്മെന്റിൽ ആരെയാണ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അവരെ അറിയിക്കുന്നു. അപ്പൊ ഇന്നൊരാൾ ചോദിച്ചു, അടുത്ത 2 ദിവസം കഴിയുമ്പോൾ 3 ആളായിരിക്കും. അപ്പൊ അവര് പോയല്ലോ, അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? അപ്പൊ അങ്ങനെയൊക്കെ വരും. അപ്പൊ അതിനൊക്കെ ഒരു ഇച്ചിരി എന്താ പറയാ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു ഇച്ചിരി എന്താ പറയാ ഒരു ഇത് ഇടാൻ വേണ്ടിയിട്ട്, ഒരു ബാരിയർ ഇടാൻ വേണ്ടിയിട്ട് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അതിന് പഞ്ചിങ് അല്ലെ, അതുപോലെ തന്നെ കൃത്യമായ ഒരു സമയം, ഇന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ പഞ്ചിങ്ങില് 2 ദിവസമൊക്കെ ലേറ്റ് ആയി വന്നു, 1 ദിവസത്തെ സാലറി കട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡേ നമ്മൾ വർക്ക് ചെയ്യാത്ത പോലെയാക്കും. അങ്ങനെയുള്ള പുതിയ കണ്ടീഷൻസും ടേംസ് ഒക്കെ കൊണ്ടുവരും. സോ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അമെൻമെന്റ് ഭേദഗതികൾ കൊണ്ടുവരുന്ന നിയമങ്ങൾക്കും അതും നമ്മൾ പാലിച്ചുകൊള്ളാം, നിലവിലുള്ളതും പാലിച്ചുകൊള്ളാം എന്നുള്ള സമ്മതങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അടുത്ത കണ്ടീഷൻ പറയുന്നത്. 11ാമത്തെ. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? അടുത്ത പറഞ്ഞോട്ടെ. 12th one. If you wish, leave the service. അതായത് നമുക്കിനി നമ്മളുടെ ഇനിയും അതും അത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അതുകൂടാതെ അതിന്റെ പിന്നീട് ഉണ്ടാകുന്ന നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു ജോലി, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ആ ജോലി വേണ്ട, നമുക്ക് മറ്റേതെങ്കിലും റീസൺസ് കൊണ്ട് അതിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും വരാമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള കണ്ടീഷൻസ്, you will have to submit a letter of resignation with a notice period of 1 month. 1 മാസം മുമ്പേ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസിഗ്നേഷൻ ലെറ്റർ 1 month ബിഫോർ നമ്മൾ കൊടുത്തിരിക്കണം. 1 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കുന്നത്. കാരണം ആ ഒരു ആളുടെ ജോലിയിലേക്ക് മറ്റൊരാളെ നമ്മൾ കൊണ്ടുവന്ന് അവരെ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലെ. പെട്ടെന്നൊന്നും ചിലപ്പോൾ ആളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 മാസം മുമ്പേ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ നമ്മളൊരു നോട്ടീസ് കൊടുത്തിരിക്കണം. You will have to hand over all the official belongings, duties and responsibilities to a person designated by the management. അതിനുശേഷം അപ്പൊ ആ നോട്ടീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കയ്യിലുള്ള അവരുടെ ഓഫീസിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ഒഫീഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പേപ്പേഴ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരെ തിരിച്ചേൽപ്പിക്കണം. കൂടാതെ മാനേജ്മെന്റ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഏർപ്പെടുത്തുന്ന ഒരാളുണ്ടാവുമല്ലോ, ആൾക്ക് ആ അതായത് നമ്മളിപ്പോ ലീവ് ചെയ്യുന്ന ആളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് അവരെ കൺവേ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇന്ന ജോലിയൊക്കെയാണ് നീ ചെയ്യുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺവേ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതും നിർബന്ധമാണ്. You have to obtain no due certificate from each department account assigned by the HR department. ഇനി മാത്രമല്ല, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മുടെ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇനി അവിടെയുമായിട്ട് യാതൊരു കടബാധ്യതകൾ എന്ന് വെച്ചാൽ കടബാധ്യത പൈസ കൊണ്ട് മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒബ്ലിഗേഷൻസോ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തീർക്കാറുണ്ടോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള പേപ്പേഴ്സോ മറ്റു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ആളെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആളെ ആ ഒരു ജോലി ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആളെ നമ്മൾ ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ ഏൽപ്പിക്കുമ്പോ അതില് എല്ലാം തന്നെ കിട്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ അത് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവര് എന്താ പറയാ ആ ഡിപ്പാർട്ട്മെന്റിന്റെ HR അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് സൈൻ ചെയ്തിട്ട് അവരും കൂടി സൈൻ ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാണോ ആളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വാങ്ങിക്കണം. നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്. നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ.
ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നോ ഡ്യൂസ്, ഇവിടുന്ന് ഡ്യൂസ് ഒന്നുമില്ല. NOC എല്ലായിടത്തും ഉള്ളതാണ് ഇപ്പൊ. അപ്പൊ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ ജോലി ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് യാതൊരു രീതിയിൽ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോയാലും നിങ്ങളുടെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. വാട്ടെവർ ബിലോങ്ങിങ്സ്, എന്ത് സാധനങ്ങളായിക്കോട്ടെ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും എന്റേതില്ല, എന്റെ കയ്യിലില്ല എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കണം. ഓക്കെ, അതൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കോളേജിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ പോന്നു കഴിയുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാനുണ്ട് അല്ലെ? അപ്പൊ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കും. അതും ഒരു നോട്ടീസ് ആണ്. കാരണം അവിടെ നിന്ന് നമുക്ക് തരാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും, ഇപ്പൊ TC ആയിക്കോട്ടെ, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, നമ്മുടെ മറ്റു സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നമുക്ക് തന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ്. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ വീട്ടിൽ കാണാണ്ടാവുമ്പോൾ അന്വേഷിച്ചത് ഇവിടുന്ന് തന്ന, ഇവിടെ കിട്ടിയോ എന്നൊക്കെ അന്വേഷിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതൊക്കെ ഉറപ്പുവരുത്താനും അതിന്റെ ഒരു എവിഡൻസിനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം സർട്ടിഫിക്കറ്റ്സ് അവിടെ സൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇവിടെ ഓർഗനൈസേഷൻസിലും HR ഡിപ്പാർട്ട്മെന്റ് സൈൻ ചെയ്ത, കൗണ്ടർ സൈൻ ചെയ്ത അത്തരം സർട്ടിഫിക്കറ്റ്സും നമ്മൾ വാങ്ങിച്ച് എന്ത് ചെയ്യണം, ഇത്തരം ആളുകൾ റിസൈൻ ചെയ്ത് പോകുന്ന ആളുകൾ അത് വാങ്ങിച്ചു വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. Once the HR releases the no dues, your accounts will be settled from the Department of Finance. അപ്പൊ no due സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ചെയ്തു, ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ HR അത് അവരുടെ കയ്യിൽ വെക്കും അല്ലെ? എല്ലാം ക്ലിയർ ആയി എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ അവിടെ നിന്ന് ഓർഗനൈസേഷന് സാലറിയുടെ ബാക്കിയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താണെങ്കിലും അത് അവരുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കുള്ള എമൗണ്ട് തന്നുവിടുന്നതായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. അപ്പൊ റെസിഗ്നേഷന് മുമ്പ്, ഒരു മാസം മുമ്പ് നമ്മൾ നോട്ടീസ് കൊടുക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബിലോങ്ങിങ്സ് എല്ലാം ഡെസിഗ്നേറ്റഡ് പേഴ്സണ് ഹാൻഡ് ഓവർ ചെയ്യണം. HR-ൽ നിന്ന് കൗണ്ടർ സൈൻ ചെയ്ത നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷം അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ, എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്ക്. വൈറ്റില് 3 months നോട്ടീസ് ആണെന്ന് ഡെസിഗ്നേഷൻ മുമ്പ് അല്ലെ? ഭയങ്കര സ്പീഡാണോ വിജി? എന്താ വിജി ഇത്ര സ്പീഡാ? ഞാൻ ഈ ഒരു എന്താണ് ഈ കിടന്ന് പറഞ്ഞോണ്ടിരിക്കണേ? മറിച്ചും തിരിച്ചു. വിജി എവിടെ? വിജി പ്ലീസ്. സൗണ്ട് ഉണ്ടായില്ലല്ലോ. എന്താ വിജി എവിടെ? എന്താണ് ഞാൻ സ്പീഡിൽ പറഞ്ഞതെന്ന് പറഞ്ഞേ. വിജി സംസാരിക്കൂ. യെസ് മാം. അതെ മാം, എന്താ പറയാ, പറയണ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റണില്ല. നോട്ടും നമുക്ക് ആവശ്യമില്ല. ഈ നോട്ട് തന്നെ മതി നമുക്ക്. മലയാളം ഉപയോഗിക്കണം. മലയാളം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടാത്ത, എന്താ പറയാ, നമ്മൾ പിന്നീട് പഠിക്കുമ്പോ നോക്കൂലോ, അപ്പൊ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് മലയാളം അങ്ങനെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോ നിങ്ങളോട് അതൊന്ന് വായിച്ചു നോക്കാനായിട്ട് പറയണേ. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോ തന്നെ ആ മീനിങ് കിട്ടാതെ ചോദിച്ചു എന്നോട്, ഞാൻ വീണ്ടും പറയും. ആ ഒരു ഇതാണ് എന്റെ സ്ലാങ്, അങ്ങനെയാണ്. അറിയാൻ പാടില്ല. അങ്ങനെ ഭയങ്കര പറയാൻ എനിക്ക് വലിയ പിടുത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ക്ലിയർ ആണോ? മനസ്സിലായോ പോയിന്റ് ഒക്കെ? പോയിന്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയണം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞോളാം. അപ്പൊ ഇതാലോ? ഓക്കെ. അപ്പൊ അടുത്തത് നോക്കിയേ, അടുത്ത പോയിന്റ് ഏതാ? 12ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? 1 month ബിഫോർ റെസിഗ്നേഷൻ ഒരു നോട്ടീസ് കൊടുക്കണം. ആ പോയിന്റിൽ അതൊക്കെയാ പറയുന്നത്. പിന്നെ അവിടെയുള്ള നമ്മളുടേതായ എല്ലാ ഒഫീഷ്യൽ പബ്ലിക് ബിലോങ്ങിങ്സും എന്ന് വെച്ചാൽ ഓഫീസിന്റെ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഡ്രോയിന്റെ കീ ആയിരിക്കാം,
ചില ഫയലുകളായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ബിലോങ്ങിങ്സ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഡെസിഗ്നേറ്റഡ് പേഴ്സൺ എന്ന് വെച്ചാൽ മാനേജ്മെന്റ് തീരുമാനിച്ചു കൊണ്ടുവന്നിച്ച് വെച്ചിരിക്കേണ്ട ഒരാളെ ആ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ബിലോങ്ങിങ്സും എല്ലാം ആളിലേക്ക് ഏൽപ്പിക്കുക. അതിനുശേഷം നമ്മൾ HR-ന്റെ കയ്യിൽ നിന്ന് ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്സ് HR കൗണ്ടർ സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കണം, ഒബ്റ്റെയിൻ ചെയ്യണം. അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ യുവർ അക്കൗണ്ട് വിൽ ബി സെറ്റിൽഡ് അറ്റ് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ആ റിസൈൻ ചെയ്ത് പോകുന്ന ആളുടെ അക്കൗണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകാർ സെറ്റിൽ ചെയ്തോളും. നോ ഡ്യൂസ് ക്ലിയർ ആണെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം HR സൈൻ ചെയ്തോന്നുണ്ടെങ്കിൽ എല്ലാം ഉറപ്പുവരുത്തിയിട്ടാണ്, അല്ലാതെ ആ സർട്ടിഫിക്കറ്റിനകത്ത് എല്ലാം വെറുതെ ഫില്ല് ചെയ്താലൊന്നും കാര്യമില്ല. ആ ഫില്ല് ചെയ്തിരിക്കുന്നത് വെച്ച് അത് അതിലേക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ആളുടെ അടുത്ത് ചെന്ന് റെഫർ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം കിട്ടിയോ, എല്ലാം ക്ലിയർ ആണോ, ഇനി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉറപ്പുവരുത്തി എൻഷുർ ചെയ്തതിനു ശേഷം മാത്രമേ HR കൗണ്ടർ സൈൻ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ആളുടെ റിസൈൻ ചെയ്യുന്ന ആളുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. Okay, now is it clear? Erayo. 13ാമത്തെ പോയിന്റ് പറയണേ. അടുത്തത് the company. Vijay clear ആയില്ലേ? Okay. The company can discontinue your services by giving 1 month notice or 1 month salary in lieu of notice without assigning any reason whatsoever. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും എന്താ പറയാ, ഇപ്പൊ കമ്പനിക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സേവനം ഇഷ്ടപ്പെട്ടില്ലയോ, അങ്ങനെ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ഒന്നും കൂടാതെ, ഒരു നോട്ടീസ് ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു നോട്ടീസ് കൊടുക്കും. അത് കൂടാതെ വേറെ രീതിയിൽ റീസൺസ് ഒന്നും ഇവർ വെളിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഏതെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതുമായിട്ട് അവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും ഒരു നോട്ടീസ് തന്നിട്ട് കമ്പനി എന്ത് ചെയ്തു, നിങ്ങളെ വേണമെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യിക്കാനായിട്ട്. റീസൺ ഒന്നും നേരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലാന്ന്, കാരണമൊന്നും അവര് വെളിപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് എന്ത് ചെയ്യാം, അവര് എന്ത് ചെയ്യാം, നിങ്ങളെ എന്താ പറയാ ടെർമിനേറ്റ് ചെയ്യിപ്പിക്കാം, നിങ്ങളുടെ സേവനം അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യിക്കാം. മാത്രമല്ല അതിന്റെ ഒപ്പം തന്നെ 1 month സാലറി ഇൻ ലിeu ഓഫ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അത്രയും നാള് വരെയുള്ള സാലറീസ് ഒരു പോകുന്നത് വരെ, അപ്പൊ പെട്ടെന്ന് വിടുകയാണല്ലോ, ആ സമയം വരെയുള്ള ലംസം എമൗണ്ട് ആയിട്ട് ആ സാലറി മറ്റു ഡ്യൂസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പേ ചെയ്തതിനെയാണ് സാലറി ഇൻ ലിeu ഓഫ് നോട്ടീസ് എന്ന് പറയുക. നേരത്തെ അറിയിച്ച് അത്തരം കാര്യങ്ങൾ അറിയിച്ചിട്ട് ആളുടെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും വിടാനുള്ള അധികാരവും കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഉണ്ട് എന്നുകൂടി അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എഴുതി വെക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പൊ എന്ത് കാരണം കൊണ്ടാണ് അവനൊന്നും ചോദ്യം ചെയ്യാനൊന്നും ഇവിടെ അവകാശം ഇല്ല എന്നും കൂടിയാണ് ആ പോയിന്റ് നമ്മളോട് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യിപ്പിക്കുന്നു, എന്റെ സേവനം ഇവിടെ വേണ്ടാന്ന് പറയുന്നു. സോ വി ഹാവ് നോ വോയിസ് ടു ആസ്ക് സച്ച് എ ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അധികാരം നമുക്കില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ അധികാരപ്പെടാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവരവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലായെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ. അപ്പൊ ചില ഓർഗനൈസേഷൻസ് അത് സ്പെസിഫൈ ചെയ്ത് പറയും, എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ സേവനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കണ്ടിന്യൂ ചെയ്യിപ്പിക്കാം. അപ്പൊ അതിന് റീസൺസ് ഒന്നും നമ്മൾ തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ 1 month സാലറി ഇൻ ലിeu, അതായത് നിങ്ങൾക്ക് തരാനുള്ള എല്ലാ സാലറിയും ഒരു മാസത്തെയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെയൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിലോ അതെല്ലാം ഒരുമിച്ച് തന്ന് നിങ്ങളെ റിലീവ് ചെയ്യിക്കാനുള്ള അധികാരവും ഓർഗനൈസേഷന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മനസ്സിലായല്ലോ? 14ാമത്തെ പോയിന്റിലേക്കാണ് പോണേ. Okay, and of all official information passed on to you for the successful execution of duties have to be kept strictly confidential and shall not disclose the same orally or written to any individual or any concern which will be treated as a breach of employment, and your services will be terminated with immediate effect without any compensation or notice period whatsoever. ഇനി വീണ്ടും പറയാണ്, എല്ലാ നിങ്ങളുടേതായ നമ്മളുടെ എന്താ പറയാ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് അവിടെ ജോലി കിട്ടുകയാണല്ലോ, അപ്പൊ ഇന്ന കാര്യമൊക്കെയാണ്. ഇപ്പൊ ചിലപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം, മറ്റേതെങ്കിലും എന്താ പറയാ ഓർഗനൈസേഷന്റെ ചില ഭയങ്കര സീക്രട്ട് ആയിട്ട് വെക്കേണ്ട ചില കാര്യങ്ങളായിരിക്കാം. നമ്മൾ ആ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നപ്പോൾ ചിലപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്തരം ചില പറയേണ്ടാത്ത കാര്യങ്ങൾ കൂടി, അതായത്
ഓർഗനൈസേഷന്റെ മാത്രം സീക്രട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വ്യക്തമാക്കുന്നത്. അത് ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലി കൃത്യമായി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളത് നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ മറ്റൊരാളോട് പറയാതെ അല്ലെങ്കിൽ മറ്റാളുകളോട് വെളിപ്പെടുത്താതെ, അത് കൺസേൺ ഓർഗനൈസേഷന്റെ അകത്തുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആർക്കും ഒന്നും ഷെയർ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് നമ്മളത് നമ്മളുടെ ഉള്ളിൽ വെച്ചിരിക്കണം. അത് ഏതെങ്കിലും രീതിയിൽ എഴുതിയോ അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറഞ്ഞോ ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺസേൺസിനോ എന്തെങ്കിലും നിങ്ങൾ അറിയിച്ചാൽ അത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ ബ്രീച്ച് ഓഫ് എംപ്ലോയ്മെന്റ്. അത് തൊഴിൽ ലംഘനമായിട്ട് കൺസിഡർ ചെയ്യും അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ലംഘിച്ചു എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെ എങ്ങാനും മാനേജ്മെന്റിന്റെ ബോധ്യത്തിൽ പെട്ടു കഴിഞ്ഞാൽ യുവർ സർവീസസ് വിൽ ബി ടെർമിനേറ്റഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞേക്കണേ. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങളുടെ സേവനം ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യും, ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിർത്തേണ്ടി വരും എന്നാണ്. അതിന് നേരത്തെ തന്നെ ഒരു നോട്ടീസ് കൊടുക്കോ ഒന്നും വേണ്ടി വരില്ല. അതിന് നോട്ടീസിന് ഒരു പീരീഡ് ഒന്നുമില്ല. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരമോ നമ്മുടെ ഓർഗനൈസേഷൻ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ ചില സീക്രസികളുണ്ട് അല്ലെ. ചിലപ്പോ എന്നോട് ഇപ്പൊ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മളോട് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാൻ, മാത്രമല്ല എന്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്യുന്നതിന് ചിലപ്പോ ആ ഒരു കാര്യം നമ്മളിലേക്ക് ഇൻഫോം ചെയ്തിട്ടുള്ളത് എനിക്ക് അറിയേണ്ടതാണ്. ഞാൻ അറിയണം, അത് അറിഞ്ഞിട്ടാണ് എനിക്ക് കൃത്യമായിട്ട് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. ചില അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ചില ജോലികൾക്ക് ഓർഗനൈസേഷന്റെ ചിലപ്പോൾ അത്രയും കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അത് ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനോട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വന്നേക്കാം സാഹചര്യത്തിൽ. അപ്പൊ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് പോയി ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കണ്ണി കണ്ടവരോടും വഴി പോണവരോടൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മളുടെ നന്മയ്ക്ക്, നമ്മളുടെ ഈ സ്ഥാപനത്തിലുള്ള ജോലിക്ക് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഓർഗനൈസേഷന്റെ ഇതുപോലുള്ള സീക്രട്സ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. വെദർ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, വ്യക്തികളോടോ അല്ലെങ്കിൽ വ്യക്തിഗത സ്ഥാപനങ്ങളോടോ ഇത്തരം കാര്യങ്ങൾ എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ എങ്ങാനും ചെയ്താൽ, അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ്മെന്റിന്റെ ചെവിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിലോ എത്തും. അങ്ങനെ എങ്ങാനും അറിവില് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബ്രീച്ച് ഓഫ് എംപ്ലോയ്മെന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഓർഗനൈസേഷൻ അങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന്. എങ്ങനെയായിട്ട്? തൊഴിലിന്റെ ലംഘനമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സർവീസസ് എപ്പോൾ വേണമെങ്കിലും അത് ഓർഗനൈസേഷനും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും വിതൗട്ട് എനി നോട്ടീസ് ഓർ വിതൗട്ട് എനി കോമ്പൻസേഷൻ. യാതൊരു നഷ്ടപരിഹാരമോ യാതൊരു എന്താ പറയാ നോട്ടീസ് പീരീഡോ കൺസിഡർ ചെയ്യാതെയായിരിക്കും അത്തരം ടെർമിനേഷൻസ് നടത്തുക. നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് അത്തരം രീതിയിലായിരിക്കും എന്നാണ്. മറ്റേതിനൊക്കെ റെസിഗ്നേഷനൊക്കെ ഒരു മാസം മുമ്പുള്ള നോട്ടീസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ പിരിച്ചുവിടുകയാണെങ്കിലും ഒരു മാസം മുൻപ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇത്തരം നിയമ ലംഘനങ്ങൾ, നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത് എന്നുള്ളത് നിർബന്ധമാണ് എങ്കിൽ അങ്ങനെ വെക്കണം. ചില ആൾക്കാരുണ്ടല്ലേ പറഞ്ഞ ഇത് എന്തെങ്കിലും കേട്ടോ, എനിക്ക് അത്ര സൂക്ഷിക്കാനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് കുറച്ച് ആൾക്കാരോടൊന്നും പറഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നുണ്ട് അല്ലെ. അതൊന്നും പാടില്ല. നമ്മളൊരു ഓർഗനൈസേഷൻ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു കീപ് ഇറ്റ് ആസ് കോൺഫിഡൻഷ്യൽ. അത്തരം ഇൻഫോർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ, കാരണം അവര് നമ്മളെ വിശ്വസതാപൂർവ്വം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് അങ്ങനെ പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പൊ നമ്മളത് അങ്ങനെ സൂക്ഷിക്കേണ്ടതാണ് എന്നാണ്. ഓക്കെ, കിട്ടിയോ? 14ാമത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായോ? നോക്കിയേ, ഇത് വായിച്ചു നോക്ക്. ഞാൻ പറയുന്നതിന്റെ ഒപ്പം നോക്ക്, നിങ്ങൾ കൂടി ഇത് വായിച്ചു നോക്കിക്കോ. വെറുതെ കുറെ പോയിന്റുകളാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബി ഫോളോഡ്. നമ്മളൊരു ജോലി സ്ഥാപനത്തിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിന്റെ ഈ ഒരു കരാറിന് ഒപ്പിടാനായിട്ട്. ഓക്കെ, അല്ലാതെ ഇതൊന്നും വായിച്ചു നോക്കാതെ ഇതൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടാവും, പറയാതെ ഒന്നും അവര് ഒരു നിയമവും എടുക്കില്ല ഒരു എംപ്ലോയിയുടെ പേരിലും. അപ്പൊ ഇത്തരം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ, 15. Okay, next one.
dress code, behavior code, and moral ethics to be maintained, and a congenial atmosphere to be created among the staff and public. ഇനി നമ്മള് എന്താ പറയാ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ വരുമ്പോ അവിടെ ഏത് രീതിയിലുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽ വരണം. നമുക്കറിയാം ഒരു ഓഫീസിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവരൊക്കെയാണ്, മറ്റുള്ളവരും അവിടെ ജോലി ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും നമ്മൾ അവിടെ വരുന്നതിന് ചില ഡ്രസ് കോഡൊക്കെ ഉണ്ട് അല്ലെ. അതായത് നമ്മൾ ഏതെങ്കിലും വലിയ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുന്ന പോലെയുള്ള ഡ്രസ്സോ അല്ലെ, അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു എന്താ പറയാ എല്ലാവർക്കും ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഡ്രസ് കോഡ്. യൂണിഫോം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ചില സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് യൂണിഫോംസ് തന്നെ ഉണ്ട് എല്ലാവർക്കും അല്ലെ. അപ്പൊ ആ യൂണിഫോമിറ്റിയെ സൂചിപ്പിക്കുന്ന ഡ്രസ് ആണെങ്കിൽ എല്ലാവരും അത് തന്നെ വെയർ ചെയ്യുക. അതല്ല, മാന്യമായ രീതിയിലുള്ള ഡ്രസ്സുകൾ. അപ്പൊ നമുക്ക് അങ്ങനെ പല ചോദ്യങ്ങളൊക്കെ വരും, അതൊന്നും നമ്മുടെ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ് കോഡുകള്, അതുപോലെ ബിഹേവിയർ കോഡ്, എല്ലാവരും ഏത് രീതിയിലാണ് ഇവിടെ ഓർഗനൈസേഷനിൽ പെരുമാറേണ്ടത്, അങ്ങനെ നമ്മൾ സാധാരണ വീട്ടിൽ പെരുമാറുന്ന രീതിയിലോ മറ്റു നമ്മളുടെ ഫ്രണ്ട്സിനോട് പെരുമാറുന്ന രീതിയിലോ ഒക്കെ നമുക്ക് ഇവിടെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഓരോരുത്തരുടെയും എന്താ പറയാ റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബിഹേവിയർ, അതുപോലെ തന്നെ നമ്മുടെ മോറൽ എത്തിക്സ് അല്ലെ, നമുക്കൊക്കെ ധാർമ്മികമായിട്ടുള്ള ചില എത്തിക്സുകളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല രീതിയിൽ പെരുമാറാനും മറ്റുമൊക്കെ. മാത്രമല്ല കോൺജീനിയൽ അറ്റ്മോസ്ഫിയർ, എല്ലാവർക്കും എനിക്ക് എന്താ പറയാ എന്റേതായ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ചുറ്റുപാട് ഓർഗനൈസേഷനിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ ചിന്തിക്കണം അല്ലെ. എനിക്ക് നല്ല സൗകര്യം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഓർഗനൈസേഷനിൽ കിട്ടുന്നത് ഞാൻ മാത്രം ചിന്തിച്ചാൽ പോരാ, ഞാൻ അത് മറ്റുള്ളവർക്കും അങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ, മറ്റു ജോലിക്കാരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലൊക്കെ പെരുമാറാതെ രീതിയിലൊക്കെ കൃത്യമായിട്ട് മറ്റു സ്റ്റാഫുകളോടും പബ്ലിക്കിനോടും ഒക്കെ നമ്മൾ ആ രീതിയിലുള്ള കാര്യമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോൺജിനിയൽ അറ്റ്മോസ്ഫിയർ, ഒരു ഫ്രണ്ട്ലി മാനർ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. The employee should not demand or accept any kind of gifts in cash or in kind from the client or customer, which will be treated seriously, and immediately termination and other proceedings will be followed. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ എംപ്ലോയീസ് ആരും തന്നെ മറ്റുള്ളവരിൽ നിന്ന്, എന്ന് വെച്ചാൽ ഇവിടെ ജോലിക്ക് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ആളുകള് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളായിട്ടോ ഒക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ചില ആളുകൾക്ക് കൊടുക്കും അല്ലെ. അതൊക്കെ ഇവിടെ ഓർഗനൈസേഷനെതിരാണ്. അങ്ങനെ ആരും അത് സ്വീകരിക്കാൻ പാടില്ല. ഏതെങ്കിലും കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെയുള്ള ക്ലയന്റുകളുടെ കയ്യിൽ നിന്നോ ഒന്നും അങ്ങനെ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ എങ്ങാനും സ്വീകരിച്ചാൽ അതിന് സീരിയസ് ഇഷ്യൂ ആയിട്ട് ഏറ്റെടുക്കുകയും ഓർഗനൈസേഷൻ അത്തരം എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യാൻ ഉള്ള എന്താ പറയാ പ്രൊസീഡിങ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിലേക്ക് നീങ്ങുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതായത് കാശായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള കൈൻഡ് വസ്തുക്കളൊക്കെ ആയിട്ടോ ആരിൽ നിന്നും ഗിഫ്റ്റ് ഒന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല. അത് ഇവിടുത്തെ ഓർഗനൈസേഷന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു നിയമമില്ല. ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിരിക്കും. പക്ഷെ ഇത് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ അവിടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് അവരുടെ ജോലിയുടെ ഭാഗമല്ലേ അല്ലെ. അപ്പൊ പിന്നെ നമ്മൾ അവിടെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. അതിന്റെ സേവനങ്ങൾക്ക് അതിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീസോ ഒക്കെ ആയിട്ട് ഈടാക്കുന്നുണ്ടായിരിക്കും. അതിന് പ്രത്യേകം വ്യക്തികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട, അത്തരം ഗിഫ്റ്റുകൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് കണ്ടീഷൻസിൽ എഴുതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയാൽ ഡ്രസ് കോഡ്, ബിഹേവിയർ കോഡ്, മോറൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എംപ്ലോയീസ് ഷുഡ് നോട്ട് അക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ഗിഫ്റ്റ്സ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. വസ്തുവായിട്ടോ ക്യാഷ് ആയിട്ടോ ആരിൽ നിന്നും ഒരു ക്ലയന്റിൽ നിന്നും കസ്റ്റമേഴ്സിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഗിഫ്റ്റുകൾ സ്വീകരിക്കാൻ പാടില്ല. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് സീരിയസ്, അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുകയും ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി പ്രൊസീഡഡ് ബൈ ദ ടെർമിനേഷൻ ഓഫ് ദ സർവീസസ്. അത്തരം എംപ്ലോയീസിന്റെ എന്താ പറയാ സർവീസ് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രൊസീഡിങ്സിലേക്ക് ചിലപ്പോൾ അത് പോകും എന്നുള്ളതാണ് പറയുന്നത്. 15 വായിച്ചു നോക്കിയേ, ക്ലിയർ ആയോന്ന്? 15-ാമത്തെ വായിച്ചു നോക്കുക. Clear? Yes. Then 16.
എന്താണ് നോക്കിയേ, ഇൻ സബോർഡിനേഷൻ വിത്ത് superiors or reporting authority and ragging of new entrants will not be allowed under any circumstances and shall be treated as per rules and regulations. വീണ്ടും അത് നമുക്ക് അറിയാലോ, കേട്ടപ്പോ തന്നെ മനസ്സിലാവുണ്ടല്ലോ. അതായത് ഏതെങ്കിലും രീതിയിൽ സബോർഡിനേറ്റ്സിനോട്, അതായത് നമ്മളുടെ താഴെ കുറെ ജോലിക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ എൻട്രൻസ് മീൻസ് എന്താ, പുതിയ പുതിയ ആളുകൾ ജോലിക്ക് വന്നേക്കാം. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അവരെ റാങ്ക് ചെയ്യാനോ മറ്റേതെങ്കിലും രീതിയിൽ അവരെ എന്താ പറയാ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളിലേക്കോ നീങ്ങാനായിട്ട് പാടില്ല. അങ്ങനെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അതും നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടും. റാങ്കിങ് ആണ് കേട്ടോ, റാങ്കിങ് ആൻഡ് റിപ്പോർട്ടിംഗ് അതോറിറ്റി. അവരെ കുറിച്ച് മോശമായ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അധികൃതരെ അറിയിക്കുക, അവരെ റാങ്ക് ചെയ്യുക. പുതിയ എൻട്രൻസ് ആയിക്കോട്ടെ, താഴെയുള്ളവര്, അതായത് ഒരാളുടെ താഴെ, ഇത് ഇപ്പൊ ടോപ്പ് ലെവൽ തുടങ്ങി ബോട്ടം ലെവൽ വരെ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെയിലേക്കാളും താഴ്ത്തട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് അവരോട് മോശമായി പെരുമാറുകയോ അവരെ മോശമായി ട്രീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു റാങ്കിങ്ങുമായി ഒരു ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ വരുമ്പോ അവരെ കൊണ്ട് മറ്റ് രീതിയിൽ എന്താ പറയാ, നമ്മൾ വലിയ എന്താ പറയാ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആളുകളാണ് എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ട് പലതും ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അവരിൽ പലതും ചെയ്യിപ്പിക്കാം. അതൊക്കെ പാടില്ലുള്ളതല്ല. ഇവിടെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ എഗെയിൻസ്റ്റ് ആണെന്നാണ് വീണ്ടും അവിടെ അടുത്തൊരു കണ്ടീഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? സുപ്പീരിയേഴ്സിന്റെ സബോർഡിനേറ്റ്സ് ആയിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കും അങ്ങനെ അനുഭവപ്പെടാൻ പാടില്ല, നമ്മൾ മറ്റുള്ളവരെയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഓക്കെ, യെസ്. അടുത്തത് 17ാമത്തെ എന്താന്ന് നോക്കിയാൽ, ദിസ് എംപ്ലോയ്മെന്റ് ബെയർസ് ജോബ് സെക്യൂരിറ്റി ഫോർ ടാലന്റഡ് ആൻഡ് കമ്മിറ്റഡ് എംപ്ലോയീസ്. അതായത് ഈ എംപ്ലോയ്മെന്റ്, ഈ ഒരു തൊഴിൽ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ എന്താ പറയാ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ. എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള ആളുകളെയാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ആവശ്യം. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ജോലി. മാത്രമല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് വെച്ചാൽ ഏത് സമയവും എത്ര എന്താ പറയാ, ഇപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ആ ഒരു രാവിലെ വന്ന എനർജിയിൽ തന്നെ ഇങ്ങനെ സ്പ്രിങ്ങിൽ നിൽക്കുന്നവരെ ചാടി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെ, അങ്ങനെയുള്ളവരാണ് കമ്മിറ്റഡ്. അതായത് കുറച്ച് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആവശ്യതയോ ഇനി ജോലിയാ, ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഡെഡിക്കേഷൻ കമ്മിറ്റ്മെന്റിന്റെ ആ ഒരു എന്താ പറയാ കാര്യമാണ് അവിടെ അല്ലെ. നമ്മൾ രാവിലെ വരുന്നത് മുതൽ പോകുന്നിടത്തോളം വരെ നമുക്ക് എന്തൊക്കെ ജോലികളുണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള ക്ഷീണങ്ങൾ നമ്മൾക്ക് ഉണ്ടായാലും അതിനെയൊക്കെ ഇല്ലാതെ അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താ പറയാ മറികടന്ന് നമ്മൾ ഫുൾ ഡെഡിക്കേഷൻ നമ്മുടെ ജോലിയിൽ കൊടുക്കണം. ആദ്യത്തെ വരുന്ന ആ മോർണിംഗിൽ വരുന്ന 2-3 മണിക്കൂർ നല്ല എന്താ പറയാ ഇതായിട്ടൊക്കെ ജോലി ചെയ്യും. ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ തളർന്നു കൊടുക്കും. അപ്പൊ അത് ഓർഗനൈസേഷന്റെ തന്നെ എന്താ പറയാ നിലനിൽപ്പ് അല്ലെങ്കിൽ ഗ്രോത്ത് ഡെവലപ്മെന്റ് അതിന്റെയൊക്കെ ഒരു നെഗറ്റീവ് റിമാർക്കുകളായിരിക്കും വരിക. അപ്പൊ അതൊന്നും പാടില്ല. ഈ ജോലി എന്ന് പറയുന്നത് നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള അതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഉള്ളതാണ്. അവർക്ക് ജോബ് സെക്യൂരിറ്റി കൊടുക്കുക എന്നതാണ്, എന്നാൽ ജോലി സുരക്ഷിതത്വം ഉറപ്പ് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ജോലി എന്ന് ആണ് അടുത്ത കണ്ടീഷൻ. ഇനി അടുത്തത് 18ാമത്തെ, ഓൾ ഡിസ്പ്യൂട്ട്സ് സബ്ജക്ട് ടു തിരുവനന്തപുരം ജുറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ ഇതിപ്പോ ആ ഒരു എവിടെയാണോ നമ്മള് ഹോസ്പിറ്റലിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ജുറിസ്ഡിക്ഷൻ പരിധിയിൽ വരുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഇത് തിരുവനന്തപുരം ജുറിസ്ഡിക്ഷൻ പരിധിയിൽ വരുന്നതാണ്. എല്ലാ തർക്കങ്ങളും, അതായത് ഈ ഹോസ്പിറ്റലുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ എന്താ പറയാ എംപ്ലോയീസിന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ കേസോ മറ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ തിരുവനന്തപുരം ജുറിസ്ഡിക്ഷൻ പരിധിയിലാണ് ഇത് വരുന്നത്, തർക്കങ്ങളൊക്കെ എടുക്കുന്നത് എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി എ കോപ്പി ഓഫ് ദിസ് ഓഫർ മേ ബി സൈൻഡ് ആൻഡ് റിട്ടേൺഡ് ടു അസ് ഇൻ ടോക്കൺ ഓഫ് യുവർ അക്സെപ്റ്റൻസ്. ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മുകളിൽ പറഞ്ഞ ഒത്തിരി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ എന്താ പറയാ സ്വീകരിച്ചു അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ നിങ്ങൾ ഇതിന്റെ ഒരു കോപ്പി സൈൻ ചെയ്ത് കൃത്യമായി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ അത് നമുക്ക് റിട്ടേൺ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ടോക്കൺ മീൻസ് എന്താ, ഒരടയാളം. നിങ്ങൾ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തു എന്നതിന്റെ അടയാള സൂചകമായിട്ട് അതിൽ സൈൻ ചെയ്യുക, തിരിച്ചയക്കുക എന്നാണ് ലാസ്റ്റത്തെ പോയിന്റ് പറയുന്നത്. എന്നിട്ട് അവിടെ ഫോർ എയിംസ് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ് ഇത് സെൻഡ് ചെയ്യുന്നത്. നമ്മൾ എംപ്ലോയീസ് ആർക്കാണോ ഓഫർ കിട്ടിയിരിക്കുന്നത് അതിനകത്ത് കിട്ടിയിരിക്കുന്ന ആളുടെ പേര് എംപ്ലോയീസ് നെയിമും അതുപോലെ സിഗ്നേച്ചറും ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഇല്ല. ഓക്കെ,
യെസ്, അടുത്തത് എന്താണ്? വീണ്ടും നമുക്ക് കുറെ കൂടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിനകത്ത് പറയുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷൻ, ടു ഡിസ്ക്രൈബ് എ ജോബ്. ജോബിനെ ഡിസ്ക്രൈബ് ചെയ്യുക, ജോലി എന്താണെന്ന് പറയുക അല്ലെ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയി, അതായിരിക്കണം അതിനകത്ത് അല്ലെ? ഒരു ജോലി കിട്ടിക്കഴിയുമ്പോ ആ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ത്? വാട്ട് ദ എംപ്ലോയി ഹാവ് ടു ഡു, വാട്ട് ഈസ് ഹിസ് ഓർ ഹർ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി, എന്താണ് ആ ജോലിക്ക് എടുത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തം, അവരുടെ കടമ എന്താണ് എന്നെല്ലാം വിശദീകരിക്കുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ JD എന്നൊക്കെ നമ്മൾ ഷോർട്ട് ഫോമിൽ പറഞ്ഞു അല്ലെ? ഇത് നമ്മുടെ അപ്പോയിന്റ്മെന്റിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? അതായത് ആവശ്യത്തിന് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കി റിവൈസ് ചെയ്യാനൊക്കെ ഇത് ഉപകരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കുറെ ജോലികൾ അസൈൻ ചെയ്ത് തന്നിരിക്കുകയാണ്. സോ ഐ ഹാവ് ടു ബി റിമൈൻഡഡ് ഫ്രം ടൈം ടു ടൈം വാട്ട് എവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഐ ഹാവ് ടു ഡു. എനിക്കിപ്പോ ചിലപ്പോൾ എല്ലാം ഇങ്ങനെ ഓർത്തു വെച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റെഫർ ചെയ്യേണ്ടി വരും അല്ലെ? അച്ഛനേറ്റ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓർഡറിനൊപ്പം ഈ പറയുന്ന JD ജോബ് ഡിസ്ക്രിപ്ഷൻസ് കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ഈ ജോബ് ഡിസ്ക്രിപ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഓരോ എംപ്ലോയീസും ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദെയർ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്. ആ എംപ്ലോയിക്ക് ഉള്ള ജോലി, അവരുടെ കടമ, അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് ആ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ നിന്ന് അല്ലെങ്കിൽ JDയിൽ നിന്ന് അവർക്ക് മനസ്സിലാകും. അപ്പൊ എല്ലാ സ്റ്റാഫ്സിനും ഉണ്ടായിരിക്കും കേട്ടോ അവരവരുടെ ജോലി. എന്താ പറയാ, എന്താണ് അവരുടെ ജോലി, ഓരോ സ്റ്റാഫും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ അവർക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ ഉണ്ടായിരിക്കും. അതിനകത്ത് അതിന്റെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ തുടങ്ങിയെന്നാണ് പറഞ്ഞേക്കണേ ഇവിടെ. അങ്ങനെ ഒരു ഫ്രേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും താഴത്തുനിന്ന് തുടങ്ങി നമുക്ക് എന്തൊക്കെ ജോലി ചെയ്യേണ്ട, ബേസിൽ തുടങ്ങി വാട്ട് എവർ വി ഹാവ് ടു ഡു, എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം വിൽ ബി എക്സ്പ്ലെയിൻ ഇൻ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിന് എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ ഓരോ സ്റ്റാഫ്സിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലും ഓരോ എംപ്ലോയീസും ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ജനറൽ മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ GM ജനറൽ മാനേജർ ആയിരിക്കാം, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരിക്കാം, HR സീനിയർ അല്ലെങ്കിൽ HR മാനേജർ, ഡെപ്യൂട്ടി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അസിസ്റ്റന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ഇവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? ഓരോ ഡ്യൂട്ടീസ് ഇങ്ങനെ അസൈൻ ചെയ്ത് ജോബ് ഡിസ്ക്രൈബ് ചെയ്ത് ഓരോ എംപ്ലോയീസിനും വേണ്ടത് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ അത് എന്താ പറയാ, ഇനി ലോവർ ലെവലിലേക്കാണെങ്കിൽ ഈ താഴെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള എംപ്ലോയീസിനുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണെങ്കിൽ അത് ചിലപ്പോ HR എക്സിക്യൂട്ടീവ്സ്, HR ഓഫീസേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അങ്ങനെയുള്ളവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക, ജോബ് ഡിസ്ക്രൈബ് ചെയ്ത് തയ്യാറാക്കുന്നത്. അപ്പൊ രണ്ട് തരത്തിലാണ്. ഇപ്പൊ ടോപ്പ് ലെവലിലുള്ളവർക്ക് അവർക്ക് കൊടുക്കേണ്ട ജോലികളൊക്കെ അസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്ത് അതുണ്ടാക്കുന്നത് ഒരു ആളുകളാണെങ്കിൽ മറ്റതൊക്കെ ചെയ്യുന്നത് അതിന്റെ എക്സിക്യൂട്ടീവ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർമാരൊക്കെ ആയിരിക്കും ലോവർ ലെവലിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത്രയും കാര്യമാണ്. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നമ്മൾ അറിയുക. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ടു റിമൈൻഡ് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ എംപ്ലോയി അല്ലെ? ഓരോ തൊഴിലാളിയുടെയും ജോലിക്കാരന്റെയും ഉത്തരവാദിത്തങ്ങളും കടമകളും ഓർമ്മപ്പെടുത്തുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഓരോ എംപ്ലോയിക്കും അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. വീണ്ടും നമ്മൾ കുറച്ചുകൂടി ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഒന്ന് രണ്ട് സെന്റൻസ് അല്ല, ഒന്നും എന്താ പറയാ, JD ഓർ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് ഇല്ലേ, അത് നമ്മുടെ അപ്പോയിന്റ്മെന്റിന്റെ ഓർഡറിന്റെ ഒപ്പം വരുന്നു എന്നുള്ളതും, പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ ബേസ് ഡോക്യുമെന്റ് റിഗാർഡിംഗ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് entrusted to an employee. ഒരു എംപ്ലോയിക്ക് എന്താ പറയാ കൊടുത്തിരിക്കുന്ന ജോലികളെ കുറിച്ചിട്ടും അവരുടെ കടമകളെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ബേസ് ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാമോ? ആ ഒരു രണ്ട് സെന്റൻസ്, ആദ്യത്തെ സെന്റൻസും പിന്നെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ സെന്റൻസും കാണാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ നിങ്ങള്? ദിസ് വൺ, ഫസ്റ്റ് ദിസ് വൺ ഇവിടെ വരെ, പിന്നെ ഇത് രണ്ടാമത്തെ സെന്റൻസ് വേണ്ട, മൂന്നാമത്തെ സെന്റൻസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ ബേസ് ഡോക്യുമെന്റ് എന്ന് തുടങ്ങി ആ എംപ്ലോയി വരെയുണ്ട്. ഓക്കെ, യെസ്.
ഇനി എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്? തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോ അതിനകത്ത് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതല്ല, ഇവിടെ പറയുന്നത് എംപ്ലോയ്മെന്റ് സംബന്ധമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ബി ഫോളോഡ്. ഓരോ എംപ്ലോയ്മെന്റിലും, അതായത് ഓരോ കാറ്റഗറിയിൽപ്പെട്ട എംപ്ലോയ്മെന്റിലും ഓരോ രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ജനറൽ ആയിട്ടുള്ള കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാ വിഭാഗത്തിലും, എല്ലാ കാറ്റഗറിയിലും പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കും ഫോളോ ചെയ്യേണ്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. HR manager or administrator is at their liberty. കാരണം ഇനി മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാരാമീറ്റേഴ്സ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഇന്റർവ്യൂവിന് തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ആ ഒരു വൈഭവം, എഫിഷ്യൻസി കണ്ടെത്താൻ വേണ്ടി, ഏറ്റവും റിയൽ ഒരു ടാലന്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു അസസ്മെന്റില്, ഇന്റർവ്യൂവില് എത്ര വേണമെങ്കിലും പാരാമീറ്റേഴ്സ് HR എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം എന്ന് ഒരു സ്വാതന്ത്ര്യം, ഒരു ലിബർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും മറ്റൊരു സ്വാതന്ത്ര്യം കൂടി HR മാനേജർക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. എന്താണത്? ടു ആഡ് മോർ ആൻഡ് മോർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് നമ്മുടെ മാനേജ്മെന്റിന് ഫിറ്റ് ആകുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആകുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ഓൺ ചെയ്യാം. കാരണം എംപ്ലോയ്മെന്റ് ആളുകൾക്ക് തൊഴിൽ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? തൊഴിൽ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ ജോലിയും. അപ്പൊ ആ ജോലിയുടെ ഇടയിൽ മറ്റൊരു രീതിയിലും നമ്മളെ തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലൊന്നും കടന്നുകൂടാതിരിക്കാനാണ് ഇത്തരം ജനറൽ കണ്ടീഷൻസ് എംപ്ലോയ്മെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് സൗകര്യപ്രദമായ രീതിയിൽ ഓരോ ജോലിക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, HR മാനേജർക്ക് അത് ആഡ് ഓൺ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, ദ അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് അവർ ഓർഗനൈസേഷൻ. നിങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന അന്ന് തുടങ്ങിയാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പ് വരുന്നത് എപ്പോഴാണ് തുടങ്ങിയ, നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു അന്ന് മുതലായിരിക്കും. അതാണ് ഒന്നാമത്തെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ. ക്ലിയർ ആയോ? ദ അപ്പോയിന്റ്മെന്റ് വിൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നിങ്ങൾ എന്ന് വന്ന് ജോയിൻ ചെയ്യുന്നുവോ അന്ന് തുടങ്ങിയാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന് ഇഫക്റ്റീവ് വരുന്നത്. എന്ന് വെച്ചാൽ കാര്യക്ഷമമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആകുന്നത് അന്നാണ്. ക്ലിയർ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? Yes, next one, the aspirant has to submit a joining order accepting the terms and conditions of employment on the date of joining. Join ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മുടെ ജോബ് ആസ്പിരന്റ് എന്ന് വെച്ചാൽ ആ ജോബ് സീക്കർ ആള് എന്ത് ചെയ്യണം, ആ ജോയിനിങ് ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് എന്നുള്ളതിന്റെ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഞാൻ പാലിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ എഗ്രി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ജോയിനിങ് ഓർഡർ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. എപ്പോഴും അത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ അവർ നമ്മളിൽ നിന്ന് ഇങ്ങനെ ഒരു ജോയിനിങ് ഓർഡർ തരുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അകത്തുനിന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാൻ ഞാൻ എന്താ പറയാ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടുള്ള ജോയിനിങ് ഓർഡർ ആണ്. അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം, സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻറ്റിമേറ്റഡ്. നമുക്ക് തന്നിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിലെ അതനുസരിച്ചായിരിക്കും നമുക്കുള്ള ജോലിയില് ഡ്യൂട്ടീസ് ഉണ്ടാകുക. നമുക്ക് ഒരു ജോബ് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്, അതനുസരിച്ചിട്ടുള്ള നമ്മളോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ, നമ്മളെ ഇന്റിമേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യാൻ പ്രാപ്തരാകണം, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരും. ഇനി പെയ്ഡ് ഹോളിഡേസ് ഇൻക്ലൂഡ് 13 പബ്ലിക് ഹോളിഡേസ് ആൻഡ് 12 casual leaves as per year and 4 weekly off per month. Sick leave subject to production of medical certificate. Any other additional duties as deemed necessary will be assigned from time to time by the management. ഇനി എന്താ, പബ്ലിക് ഹോളിഡേസ് ഇൻക്ലൂഡ് 13 പബ്ലിക് ഹോളിഡേസ്, 13 പൊതു അവധികളാണ് നിങ്ങൾക്കുള്ളത്. ഏത് മാസത്തിലാണോ? 13 പൊതു അവധികൾ മാസത്തിലായിരിക്കോ? ഇന്ന ഇയർ ആണ് അല്ലെ. ഒരു വർഷത്തില് 13 പബ്ലിക് ഹോളിഡേസും
12 കാഷ്വൽ ലീവ്സ് നമുക്ക് ഒരു ഇയറിൽ ഉണ്ട്. അതും ഉണ്ട്. പിന്നെ കൂടാതെ 4 വീക്ക്ലി ഓഫ് പെർ മന്ത്, 4 വീക്ക്ലി ഓഫ് കേട്ടാ, ആഴ്ചയിൽ ഉണ്ടാകുന്ന ഓഫ് അത് പെർ മന്തില് 4 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ അല്ലെ. ഇനി മാത്രമല്ല, ഇനി നമുക്ക് അഡീഷണൽ ഏതെങ്കിലും തരത്തിലുള്ള ലീവ് വേണമെങ്കിൽ, സിക്ക് ലീവ് പോലെയുള്ള ലീവുകൾ വേണമെങ്കിൽ ഓൺലി അറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതിന് എന്ത് ചെയ്യേണ്ടി വരും? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ആ ലീവ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുക. ഇനി എനി അഡീഷണൽ, മറ്റേതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് നമ്മളുടെ ഓർഗനൈസേഷൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ്മെന്റ് നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ അറിയിച്ചു. മറ്റഡീഷണൽ ആയിട്ട് ഇവിടെ ജോബ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കൂടാതെ മാനേജ്മെന്റ് സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡ്യൂട്ടീസ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരാണെങ്കിൽ അതും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങൾക്ക് തന്നോളും, അല്ലെങ്കിൽ പറഞ്ഞു തന്നോളും, മനസ്സിലാക്കി തന്നോളും എന്നാണ് അടുത്തത് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത കണ്ടീഷൻ. 4 കണ്ടീഷൻസ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കാമോ 4 കണ്ടീഷൻസ്? ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. 5ാമത്തെ, during the tenure of your employment you shall devote your full-time attention to the organization or engage directly or not engage ആണ് കേട്ടോ, or not engage directly or indirectly in any other profession or occupation outside the organization. or നോട്ടിന്റെ ഒരു അഭാവം അവിടെ ഉണ്ട്. നിങ്ങളുടെ നോട്ടിൽ അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? അതായത് നമ്മളുടെ എംപ്ലോയ്മെന്റിന്റെ ആ ടെന്യൂർ, ആ കാലയളവില് നമ്മൾ നമ്മളുടെ ഫുൾ ടൈം അറ്റൻഷൻ നമ്മുടെ ഓർഗനൈസേഷനിലായിരിക്കണം. ഫുൾ ടൈം നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി പ്രവർത്തിക്കണം, ജോലി ചെയ്യണം. ഓർ നോട്ട് എൻഗേജ് എന്ന് വേണ്ടേ? വായിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. വേണ്ടേ? നോട്ട് ഒരു പോയില്ലേ അവിടെ നിന്ന്? അത് അവിടെ നിന്ന് ചേർത്തേ. ഒരു നോട്ട് എൻഗേജ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ എനി അതർ പ്രൊഫഷൻ ഓർ ഓക്യുപ്പേഷൻ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷന്റെ പുറത്തുള്ള മറ്റേതെങ്കിലും തൊഴിലിലോ ഒക്കെ പോയിട്ട് നേരിട്ടോ അല്ലാതെയോ ജോലി ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് കേട്ടോ. നോട്ട് എൻഗേജ് ആണ്. അവിടെ ഒരു നോട്ട് ചേർക്കുക. ഓക്കെ. ഇത് എംപ്ലോയ്മെന്റിന്റെ കാലയളവിൽ മുഴുവൻ സമയവും ഓർഗനൈസേഷന് വേണ്ടി ജോലി ചെയ്യണം. മറ്റേതെങ്കിലും ജോലി സ്ഥാപനങ്ങളിലോ തൊഴിലുകളുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ഒന്നും ബന്ധപ്പെടാനോ ജോലി ചെയ്യാനോ പാടുള്ളതല്ല എന്നാണ് വേണ്ടത് കേട്ടോ. ദെൻ അടുത്തത്, if deemed necessary you will be liable to be transferred to any other department or branches. ഇതൊക്കെ നേരത്തെ പറഞ്ഞ സാധനത്തിൽ തന്നെ പെട്ടതാ അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ഇതും വന്നില്ലേ? അതായത് നമ്മള് ആ ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് പോലെ ചിലപ്പോ മറ്റ് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക്, മറ്റേതെങ്കിലും ബ്രാഞ്ച് ഓഫീസിലേക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റർ കൺസേൺസിലേക്ക്, അതായത് ഇതിന്റെ സഹോദര സ്ഥാപനമൊക്കെ വേറെ സ്ഥലത്തുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചിലപ്പോ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അത് മാനേജ്മെന്റ് തീരുമാനിക്കുന്ന പോലെ പോകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് എംപ്ലോയ്മെന്റിലും അത് മറ്റേ കണ്ടീഷൻസിലും പറഞ്ഞിരുന്നത്. സെയിം തന്നെയാണ്. ഓക്കെ. അടുത്തത്, യു വിൽ ഹാവ് ടു അബൈഡ് ടു ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഫ്യൂച്ചർ അമെൻഡ്മെന്റ്സ്. അതും അവിടെ പറഞ്ഞിരുന്നു അല്ലെ? ഇപ്പൊ നിലവിൽ ഈ ഓർഗനൈസേഷനിലുള്ള നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും നമ്മൾ ബാധ്യതയുള്ളവരാണ്. കൂടാതെ ഫ്യൂച്ചർ അമെൻഡ്മെന്റ്സ് ഭേദഗതികൾക്കും അങ്ങനെ ഭേദഗതി വരുത്തുകയാണെങ്കിൽ, നിയമങ്ങളിലെ എന്തെങ്കിലും ഭേദഗതി വരുത്തുകയാണെങ്കിൽ അതും നമ്മൾക്ക് അപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. അതും നമ്മൾക്ക് ചെയ്യേണ്ടവരാണ്, അല്ലെങ്കിൽ അതും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് 7ാമത്തെ പോയിന്റ് പറയുന്നത്. ക്ലിയർ ആയോ? 6, 7 മനസ്സിലായില്ലേ? 6, 7, 8ാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഞാൻ നിർത്തും. അതുകൂടിയുള്ള സമയം ഉണ്ടായിരിക്കും. Okay.
Next one, you will have to serve a notice period of 30 days if you wish to discontinue your services without any leave during the notice period. അതായത് നിങ്ങൾക്ക് എന്താ പറയാ ഒരു നോട്ടീസ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാല് ഒരു 30 എന്താ പറയാ നിങ്ങളുടെ സർവീസസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 days, അതായത് 1 month ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഒരു നോട്ടീസ് കൊടുക്കണം. The resignation routed through proper channels. ഇനി അത്തരം എന്തെങ്കിലും റെസിഗ്നേഷൻസ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 30 ദിവസം മുമ്പ് നമ്മൾ നോട്ടീസ് കൊടുക്കണം എന്നുള്ളതും മാത്രമല്ല അത് കൃത്യമായ ചാനലിലൂടെ അറിയിക്കണം. പ്രോപ്പർ അതിനുള്ള ഒരു ചാനൽ ഉണ്ടായിരിക്കും. ഇന്ന ആളിലേക്കാണ് നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ ഫോർവേഡ് ചെയ്യേണ്ടത്. ആ പ്രോപ്പർ ചാനലിലൂടെ തന്നെ അത് മാനേജ്മെന്റിലേക്ക് എത്തണം. അല്ലാണ്ട് നമ്മൾ അതവിടെ പറഞ്ഞിരുന്നു, ഞാൻ അവിടെ കൊടുത്തിരുന്നു, ഇവിടെ കൊടുത്തിരുന്നു എന്നൊന്നും പറയാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ചാനലിലൂടെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് റെസിഗ്നേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അവിടുത്തെ ഒരു നിയമം ഉണ്ടായിരിക്കും. സോ ത്രൂ പ്രോപ്പർ ചാനൽസ്, അത്തരം പ്രോപ്പർ ചാനലിലൂടെ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടത്, റെസിഗ്നേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അറിയിക്കേണ്ടത്. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ, അതിനൊപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട്. റെസിഗ്നേഷൻ കൊടുത്ത് അങ്ങോട്ട് 30 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് അവിടെ നിന്ന് ഓടിപ്പോരാനൊന്നും പറ്റില്ല. അതിനോടൊപ്പം നമ്മുടെ ആ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നതോടൊപ്പം നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒരു ഹാൻഡ് ഓവർ നോട്ട്, എന്തെല്ലാം ഞാൻ ഇന്ന ആൾക്ക് കൈമാറി എന്നുള്ളതിന്റെ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു നോട്ട്, അതും കൊടുത്തിരിക്കണം. ഈ 2 കാര്യങ്ങളും കൂടി സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കണം റെസിഗ്നേഷന്റെ കാര്യങ്ങൾ പ്രോപ്പർ ചാനൽ വഴി അറിയിക്കേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. 8ാമത്തെ പോയിന്റ്. 30 days ബിഫോർ നോട്ടീസ് കൊടുക്കണം. ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല പ്രോപ്പർ ചാനലിലൂടെയാണ് നമ്മുടെ റെസിഗ്നേഷനെ കുറിച്ച് അറിയിക്കേണ്ടതും. ആൻഡ് അതിന്റെ ഒപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് ഒന്നൊരു ഹാൻഡ് ഓവർ നോട്ടും ഒന്നൊരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്സും. ക്ലിയർ ആയോ? 8ാമത്തെ പോയിന്റ് വരെ ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ വരെ? നമ്മൾ കുറെ പോയിന്റുകളാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു എംപ്ലോയ്മെന്റില് ജോലി അല്ല എന്തെങ്കിലും ജോലി കിട്ടി കഴിയുമ്പോൾ ആ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെയാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതലും. അല്ലാതെ ഇപ്പൊ എക്സാമിന് വേണ്ടി മാത്രം പോയിന്റ് ഇട്ട് ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ എന്തായാലും ജോലിയിലൊക്കെ പ്രവേശിച്ച് നിങ്ങൾക്ക് എന്താ പറയാ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഇനി നിങ്ങൾ വായിച്ചു നോക്കും അല്ലെ, അതിനകത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കും. we can follow it or not. നമുക്ക് ഈ പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അല്ലെ. ഇനിയിപ്പോ പറ്റാത്തതുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വേറെയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയിക്കാനൊക്കെ വേണ്ടി ഇതെല്ലാം വായിച്ചു നോക്കണം. പകുതി വായിച്ചോ, കുറച്ചൊക്കെ ഞാൻ വായിച്ചു, പിന്നെ എനിക്ക് നേരം ഉണ്ടായില്ല വായിക്കാൻ എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഒരു കരിയറിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം വായിച്ചു നോക്കണം എന്നുള്ളത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് മറ്റുള്ളവരെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 8ാമത്തെ പോയിന്റ് വരെ പറഞ്ഞു നിർത്താണ്. ഇനി സമയമില്ല പറയാനായിട്ട്. അപ്പൊ അതുവരെ കൂടി നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ സംശയമൊന്നും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംശയം, അതൊക്കെ കുറെ കുഞ്ഞ് എളുപ്പമുള്ള രീതിയിലുള്ള സെന്റൻസുകളായിട്ടാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നുകൂടി നന്നായിട്ട് വായിച്ചൊക്കെ പറഞ്ഞ ഹോംവർക്ക് ഇതായിരിക്കും മറക്കണ്ടാട്ടാ. ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ചൊവ്വാഴ്ച കാണാം എന്ന് പറഞ്ഞിട്ട് പോന്ന്, പക്ഷെ ഇന്ന് വീണ്ടും വരേണ്ടി വന്നു. അതുകൊണ്ട് ഹോംവർക്ക് ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. ചൊവ്വാഴ്ച ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങളത് ചെയ്തിട്ടൊക്കെ വരാട്ടെ. എല്ലാവരും കൃത്യമായിട്ട് അതിന്റെ ഉത്തരമൊക്കെ എഴുതി ഒക്കെ വരാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ചൊവ്വാഴ്ച ഒന്നും ഞാൻ പറയാനില്ല. ചിലപ്പോ ഇനി നാളെ വീണ്ടും വരേണ്ടി വന്നാലോ. ഓക്കെ, ഞാൻ പറയാനില്ല. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ടായിരിക്കും ഇനി വീണ്ടും പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും ടീച്ചർക്ക് വേറെ പണിയില്ലല്ലോ, ടീച്ചർ എന്നെ വന്ന് എന്തിനാ കളയുന്നത്, അങ്ങനെ എന്താ തോന്നിയാലോ. നമ്മൾക്ക് അല്ലെ ഉള്ള ഇഷ്ടം കളയണ്ട, നിർത്തിക്കാൻ പാടില്ലല്ലോ. യെസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും എംപ്ലോയ്മെന്റും അല്ലെ, അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു പറഞ്ഞ് അയ്യോ ഞങ്ങൾ ദേഷ്യക്കാറുണ്ട് ഇല്ലും സുഖം കേട്ടിട്ട്. അതുകൊണ്ട് ഇനി ടീച്ചർ നാളെ വരണ്ട, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും അല്ലെ നമ്മള്. അയ്യോ ഇത് തന്നെയുള്ള ദിവസം കേൾക്കണേന്ന് അങ്ങനെ ഉണ്ടാ ഇതെല്ലാം അല്ലെങ്കിൽ പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you.